കിട്ടി കിട്ടി. ഇങ്ങോട്ട് റൂം കിട്ടും. സമയം കളയാന്നുള്ളൂ. നമുക്ക് പോകേണ്ട സ്ഥലം ഇടത്തോട്ടാണ്. അപ്പോൾ ഇടത്തോട്ട് റൂം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് കിട്ടാൻ സാധ്യത സംശയമാണ്. അതിന് പമ്പ് കയറി ചോദിക്കണം ലോഡ്ജ് ഇവിടെ ഉണ്ടോ. ഇവിടെ പമ്പ് ഉണ്ടല്ലോ. പമ്പ് ആളില്ല. പമ്പ് കയറി ചോദിച്ചാൽ കിട്ടും. പറഞ്ഞു തരും. സ്ഥലത്തിൽ വന്ന് റോഡൊന്നും ചെറുക്കണം. മൊത്തം കട്ടറാണ്. നമുക്ക് സാധാരണ എല്ലാവരും ഇനി നമ്മുടെ വരുന്ന ജനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. റൂം ബുക്ക് ചെയ്തിട്ട് വരിക. കാരണം ഇവിടെ റൂം കിട്ടാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾക്കത് 2 മണിക്കൂർ കൊണ്ട് അലയാണ്. ഞങ്ങൾ 3 സർസെറ്റ് ടവർ വന്ന് കയറി ഈ ഇവിടെ ഉള്ള മൊത്തവും വീടുകളിലും മൊത്തവും റൂം നമ്മൾ അരിച്ചു പിറക്കുക റൂമിന് വേണ്ടി. പക്ഷെ കിട്ടുന്നില്ല. ബുക്ക് ചെയ്തിട്ട് വരിക. കാരണം ഇത് ടൂറിസ്റ്റ് വില്ലേജ് വന്നു. അതിനുപരി ഇവിടെ സായിബാബയുടെ സ്ഥലങ്ങളായതുകൊണ്ട് ജനങ്ങൾ മൊത്തവും ഒരു ഭക്തിമാർഗം ഒന്ന് മനസ്സിലാക്കിയ റൂമിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ട് വരിക. എനിക്ക് എപ്പോഴും പറയേണ്ട കാര്യം അതാണ്. എൻ്റെ വീഡിയോയിൽ ഇപ്പോഴും ഞാൻ ഒരു യാത്ര ചെയ്തിട്ട് ആ യാത്രയിൽ എന്താണ് ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കൂടെ പറയുന്നത്. കാടാണോന്ന് അറിയില്ല. അങ്ങ് എത്തും വരെ ഇത് കാടാണെങ്കിലും നമ്മളാ ഡെസ്റ്റിനേഷനിലോട്ട് യാനാക്കേവിലോട്ടുള്ള റോഡാണിത് ഈ കാണിക്കുന്നത്. പോവാൻ എന്താ പറയുക പാടേ പിന്നെ ആരും ചോദിക്കണം.
ഡീസൽ ഡീസലുണ്ട് കുഴപ്പമില്ല. ഡീസൽ അരട്ടാങ്കിന് താഴെ കുഴപ്പമില്ല. 42 കിലോമീറ്ററിലേ ഉള്ളൂ. 4 ലിറ്ററിൽ ഡീസൽ 33 കിലോമീറ്റർ 3 ലിറ്റർ ഡീസൽ ആവശ്യമുള്ളൂ. ഡീസലുണ്ട് ഞാൻ ഡീസൽ അടിക്കണോ? താഴെ നോക്കാം. ടാങ്ക് താഴെ ഉണ്ട്. പോയിട്ട് വരാനുള്ള ഡീസലുണ്ട്. അവിടെ നിന്ന് തിരിച്ച് വരാനുള്ള ഡീസലുണ്ട്. സ്റ്റാൻ പറ്റില്ല. റോഡാണ് ഇത്. അങ്ങോട്ടേക്ക് മാത്രമുള്ള റോഡാണ് എന്നുണ്ടെങ്കിൽ വലിയ തീർച്ചയായിട്ടും എടുത്തോണ്ടിരിക്കുകയല്ലേ. പോയല്ലേ? പോലെ ഞാൻ ചോദിക്കുന്നു. വേണ്ടതൊന്നും പോകില്ല. ഒരാള് എന്ത് പോകില്ല. ചെക്ക് പോസ്റ്റ് യാന 35 കിലോമീറ്റർ 35 കിലോമീറ്റർ യാന. ഹരിയാന വണ്ടി. എനിക്ക് നല്ല മലയാളികൾ. വണ്ടി നടക്കൂടെ പോണേ. ഇത്ര രാവിലെ അവിടെ പോയിട്ട് കാര്യമില്ല. അവിടെ 8 മണി 8 മണിയാകുമ്പോൾ ഓപ്പണാകാം. നമ്മള് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ വണ്ടി തിരി വണ്ടി അവിടെ പോയി കിടക്കാൻ പോകും. അവിടെ പോയി കിടക്കാം. കണ്ടിട്ട് എനിക്ക് ഒരു നീ നോക്കിയാണ് ടൗൺ. നമുക്ക് ഏതൊരു ടൗൺ ഇടണം. ഒരു 10 കിലോമീറ്റർ പോകാം. അതായത് ടൗൺ ഇടണം നോക്കാം. ടൗൺ ഇടണേ ടൗണിലും കിടക്കാം.